പാലക്കാട് വേടന്റെ പരിപാടിയിലുണ്ടായത് വ്യാപക നാശനഷ്ടമെന്ന് നഗരസഭ പൊതുമുതൽ നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പരിശോധനയ്ക്ക് ശേഷം സംഘാടകരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസ് വ്യക്തമാക്കി. അതേസമയം പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ എന്ന പോസ്റ്റർ അടിച്ചാണ് കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടന്റെ ഷോ പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ചത്. എന്നാൽ പരിപാടി ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തിക്കും തിരക്കും ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, P സരിൻ തുടങ്ങിയവരെല്ലാം വേദിയിലേക്ക് കയറി കാണികളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഇതിനിടെ 7 മണിക്ക് ശേഷം വേടനെത്തി പരിപാടി ആരംഭിച്ചു. ഒരുപാട് ആൾക്കാർ വളരെ കുറവ് സുരക്ഷാ സംവിധാനത്തിലാണ്. പരിപാടി ആരംഭിച്ചതും തിക്കും തിരക്കും കൂടി. ബാരിക്കേഡുകൾ തകർന്നു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. പോലീസിന്റെ ലാത്തി വാങ്ങി സംഘാടകരും കാണികളെ അടിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒന്നിലധികം തവണ പരിപാടി നിർത്തിവെച്ചു. തിരക്കിൽപ്പെട്ട് അസ്വസ്ഥതകളുണ്ടായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 15ലധികം പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പരിപാടി സ്ഥലത്ത് മരത്തിന്റെ മുകളിലും LED വാളിലും സ്പീക്കറുകൾക്ക് മുകളിലും വരെ കാണികൾ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. വേടന്റെ പരിപാടികളിൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് പതിവാണെന്നിരിക്കെ സംഘാടനത്തിൽ വലിയ പിഴവാണ് ഉണ്ടായിട്ടുള്ളത്. സൗജന്യ പ്രവേശനം നൽകിയ പരിപാടിക്ക് മതിയായ പോലീസുകാരെ പോലും വിന്യസിച്ചിരുന്നില്ല. മൈതാനത്തേക്ക് ആളുകൾ കയറുന്നത് നിയന്ത്രിക്കാനും സംവിധാനമുണ്ടായിരുന്നില്ല. തുടരെ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ മുഴുവൻ പാട്ടുകളും പാടാതെയാണ് വേടൻ മടങ്ങിയത്. ജനം, പാലക്കാട്.